വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. ഇത് കോമൺ ബിസിനസ് ഐഡിയ ആണ്, സാധാരണഗതിയിൽ പലരും ചെയ്യുന്ന ബിസിനസ് ഐഡിയ ആണ്. എന്നാൽ കഷ്ടപ്പാട് കുറഞ്ഞ ഒരു ഐഡിയ. നമുക്ക് രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിൽ കൂട്ടിക്കലർത്തി ബോട്ടിൽ ചെയ്താൽ മാത്രം മതിയാകും, പ്രോഡക്റ്റ് റെഡിയായി. പിന്നെ നമുക്ക് നമ്മളുടെ സ്റ്റിക്കർ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, പാക്കിങ് ഒക്കെ ചെയ്താൽ മതി. കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ റെഡിയാകുന്നു, നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാം. അധികം പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, ഇൻസ്ട്രുമെന്റ്സ് ഒന്നും തന്നെ വേണ്ട, മെഷീനറികൾ ഒന്നും തന്നെ വേണ്ട. ആദ്യം നമുക്ക് നമ്മളുടെ വീട്ടിലെ ഒരു ചെറിയ സ്ഥലത്ത് ഹൈജീനിക് ആയിരിക്കണം എന്ന് മാത്രം. ആ സ്ഥലത്ത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യം, അത് ബോട്ടിൽ ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും മാർക്കറ്റിൽ എത്തിക്കുന്നതും എല്ലാം നമ്മൾ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ലാഭം കൂടുകയും ചെയ്യും. മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉള്ള പ്രോഡക്റ്റ് ആണ്, പക്ഷെ ആ കോമ്പറ്റീഷൻ എങ്ങനെ മറികടക്കണമെന്ന് നിങ്ങൾക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്താൽ മനസ്സിലാകും. തീർച്ചയായിട്ടും നല്ല ലാഭം കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പോൾ കോമ്പറ്റീഷൻ മറികടക്കാൻ നിങ്ങൾക്ക് ആ ലാഭവിഹിതം അല്പം കുറച്ചാൽ മാത്രം മതിയാകും. പ്രോഡക്റ്റ് നന്നായിരിക്കണം, നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ക്വാളിറ്റി ഇല്ലെങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഔട്ടാകും. അതിൽ പിന്നെ പരിതപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടാണ്, അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ വലിയ പാടായിരിക്കും. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നമസ്കാരം, ബിസിനസ് ഐഡിയസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് കോമൺ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, നമ്മളുടെ സാധാരണ വിനാഗിരി. അച്ചാറുകളിൽ ഉപയോഗിക്കുന്ന വിനാഗിരി. ഈ വിനാഗിരി പലതരത്തിലുണ്ട്, എങ്കിൽ കോമൺ ആയിട്ടുള്ള വിനാഗിരിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. രണ്ട് ഐറ്റം ആണ് ഇതിന് വേണ്ടത്. ആ രണ്ട് ഐറ്റവും പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക, അളവുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. ആ അളവനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് കൂട്ടി എടുക്കാവുന്ന, ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യത്തേത് വേണ്ടത് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ആണ്. സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. അത് 90% വീര്യമുള്ളതാണ് വേണ്ടത്. 100 ml. അതിന്റെ വില നിങ്ങൾ കാണുന്നുണ്ട്, ഏകദേശം 40 രൂപ ലിറ്റർ മുതൽ 50-60 രൂപ ലിറ്റർ റേഞ്ചിലാണ് അത് നമുക്ക് ലഭിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. ഈ ഡിസ്റ്റിൽഡ് വാട്ടർ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്ന സാധനമാണ്. എങ്കിൽ പോലും ഓൺലൈനിൽ എവിടെ കിട്ടുമെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ രണ്ട് സാധനവും കൂടെ നന്നായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക, ബോട്ടിൽ ചെയ്യുക. ദാറ്റ്സ് ഓൾ. പിന്നെ നമുക്ക് ബോട്ടിൽ വാങ്ങിക്കേണ്ടി വരും. അത് ബോട്ടിലുകളെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. നമ്മുടെ ലോക്കലായിട്ട് തന്നെ നമുക്ക് ലഭിക്കും. പിന്നെ അതിന്റെ സ്റ്റിക്കർ നമുക്ക് അടുപ്പിച്ചെടുക്കേണ്ടി വരും. അത് അടിച്ച് നമ്മൾ ബോട്ടിൽ ചെയ്ത് നമ്മളുടെ സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മൾ വിപണനം ചെയ്യുക. ഫുഡിന്റെ രജിസ്ട്രേഷൻ എടുക്കാതെ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ പാടില്ല. ഇത് നിരന്തരം പല സാധനങ്ങളിലും ഉപയോഗിക്കുന്ന കാര്യമാണ്. സലാഡിൽ ഉപയോഗിക്കും, അച്ചാറുകളിൽ ഉപയോഗിക്കും, അങ്ങനെ പല ഇടങ്ങളിലും, ബിരിയാണികളിൽ ഉപയോഗിക്കും. അങ്ങനെ പല ഇടങ്ങളിലും ഉപയോഗിക്കുന്ന സാധനമാണ്. ഇൻടേക്ക് ചെയ്യുന്നത്, നമ്മൾ കഴിക്കുന്ന സാധനമാണ്. സോ ഫുഡിന്റെ രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം. ആ നമ്പർ നമ്മളുടെ സ്റ്റിക്കറിൽ ഉണ്ടായിരിക്കണം. ഇനി ഇത് എവിടെയൊക്കെ വിതരണം ചെയ്യാൻ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, എങ്കിൽ പോലും പറയാം. പലചരക്ക് കടകളിൽ ഇത് വിതരണം ചെയ്യാൻ പറ്റും, ബേക്കറികളിൽ കൊടുക്കാൻ പറ്റും, അച്ചാർ നിർമ്മിക്കുന്നവർക്ക് ബൾക്കായിട്ട് കൊടുക്കാൻ പറ്റും, വീടുകളിൽ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അച്ചാറുകൾ നിർമ്മിക്കുന്ന ആളുകളെയാണ്. അവർക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റും എങ്കിൽ, എല്ലാവരും അച്ചാർ നിർമ്മിക്കുന്ന എല്ലാവരും വിനാഗിരിയും കൂടെ നിർമ്മിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് ബൾക്കായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബിസിനസ് നടക്കുകയും ചെയ്യും, നല്ല ലാഭം ലഭിക്കുകയും ചെയ്യും. അവിടെ നിങ്ങൾക്ക് 2 രൂപ കുറച്ച് കൊടുത്താൽ പോലും ടെൻഷൻ ഒന്നുമില്ല. കാരണം ഒറ്റയോട്ടം ഒരിടത്ത് കൊടുക്കണം, ഒരിടത്തുനിന്ന് കാശ് വാങ്ങിക്കണം. ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അത് തന്നെയായിരിക്കും. അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റ് ഒന്ന് ആദ്യം സ്റ്റഡി ചെയ്യുക. എത്ര രൂപയ്ക്കാണ് ഈ സാധനം മാർക്കറ്റിൽ എത്തുന്നത്, ഇല്ലെങ്കിൽ അച്ചാർ കമ്പനികൾക്ക് കിട്ടുന്നത്, അത്രയും രൂപയ്ക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് എടുത്ത് ഉണ്ടാക്കി എത്തിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ അതിൽ താഴെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചതിനു ശേഷം, ഫുഡിന്റെ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം മാത്രം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.